ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം എന്താണെന്നല്ലേ, നമ്മളൊക്കെ വീട്ടിൽ എല്ലാവരും വീട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഭൂരി ഒന്നല്ല കേട്ടോ, ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഈവൻ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നമ്മളെ ചട്നിയുടെ കൂടെയോ അതുപോലെ തന്നെ മുട്ട റോസ്റ്റ്, ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, എണ്ണ ഒട്ടും തന്നെ കുടിക്കുക, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഒരുപോലത്തെ റെസിപ്പി നമ്മൾ രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മാറ്റി പിടിക്കുക, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റ് ആട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഐസസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നുള്ളത് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി, യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ റെസിപ്പി കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതും കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒട്ടും നീട്ടി വലിക്കാതെ നമുക്ക് കാര്യത്തിലോട്ട് പോകാം, വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്റെ റെസിപ്പി എന്റെ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ടോപ്പിക്കോ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നത് പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളെ റേഷനരി, നമ്മളെ ചാക്കേരി ഉണ്ടല്ലോ, അത് തന്നെയാട്ടോ മെയിൻ ഐറ്റം ആണ്. നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു സംഭവം. ഇതുവരെ നമ്മൾ ഇത്രയും കാലം നമ്മൾ അറിയാതെ പോയത് ഭയങ്കര ഇതായിട്ടോ. അപ്പൊ ഞാൻ 2 കപ്പ് ചാക്കേരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാച്ചാൽ നന്നായിട്ടൊന്ന് വെള്ളത്തിട്ട് കുതിർത്തേക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടാണ്. നിങ്ങൾ എന്താ വെച്ചാൽ പിറ്റേ രാവിലെ നമുക്കൊന്ന് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ 1 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യാച്ചാൽ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തുക. അല്ലെങ്കിൽ ഇതുപോലെ തലേ ദിവസം ആക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഊറ്റിയെടുക്കട്ടെ. ഞാനിതാ ഒരു പാത്രത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഇത് 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാച്ചാൽ ആദ്യം ഇതൊന്ന് ക്രഷ് ആക്കിയിട്ട് നമ്മളെ പുട്ടിനൊക്കെ പൊടിക്കണ പരുവത്തിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. നമ്മൾ ഏത് മിക്സിയിലും അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുപോലെ തരിയായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം വാറ്റി ചെയ്തതിനു ശേഷം തൊട്ടപ്പം തന്നെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ ആയി കിട്ടും. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളമാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തത്. അപ്പൊ വെള്ളം കുറഞ്ഞ അളവിൽ, എത്രത്തോളം കുറഞ്ഞ അളവിൽ അരക്കാൻ പറ്റും അത്രത്തോളം ഇതിൽ നമ്മൾ അരച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ 2ാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2ാമത്തെ ബാച്ച് എന്ത് ചെയ്യാച്ചാൽ ഞാൻ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ചെയ്ത മാതിരിയാണ്. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ മൊത്തം 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാനിതിപ്പോ അരച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് ഇതിൽ നന്നായിട്ട് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളം കുറഞ്ഞ അളവിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമുക്ക് ഞാനിപ്പോ കുറച്ച് ഇതിനൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഞാൻ 1 കപ്പ് തേങ്ങ, അത്യാവശ്യം 1/2 മുറി തേങ്ങ നന്നായിട്ട് ചരണ്ടി എടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 4-5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ടീസ്പൂണിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഈ ഒരു അളവിലും കുറഞ്ഞ അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇടുന്ന അളവിന്റെ ഇതിന്റെ അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിന്റെ അളവും കാര്യവും നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു അളവിൽ മാത്രം നമ്മൾ ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഞാനിതാ 1 കപ്പ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് സദാ അതുപോലെ തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന ആ പരുവത്തിലാവും. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഈ ഒരു അളവിൽ കുറച്ച് ലാസ്റ്റ് നമ്മൾ അരച്ചെടുത്തല്ലോ ആ തേങ്ങയൊക്കെ, ആ സമയത്ത് കുറച്ച് വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു ഇത് നോക്കാം. ഇതുപോലെ ആയാലും എനിക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തിരി വെള്ളം കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വെള്ളം നന്നായിട്ട് കുറച്ചെടുത്തിട്ട് ചെയ്യായിരിക്കും നല്ലത്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ചെറിയ ജീരകം. അതുപോലെ തന്നെ നമ്മളെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി നല്ല ടേസ്റ്റാണ് നമ്മൾ അതിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ തേങ്ങയുടെ ഒക്കെ അതാവുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പൊ ഞാൻ ഈ 1 കപ്പ് പൊടിയും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ അതാ കണ്ട ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ വാഴയില ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിലേക്കും പരത്തിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് കൈ വെച്ചിട്ട് വേറെ പ്രസ്സോ കാര്യമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും 1 സ്പൂൺ അളവ് നെയ്യ്. നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളെ ഈ ഒരു ഇത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ. അപ്പൊ ഞാനിതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോ റെസ്റ്റ് ചെയ്യേ ഒന്നും വേണ്ട, പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ എന്താ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ടും പരത്താം, അതുപോലെ തന്നെ വായന്റെ ഇലല്ലേ അതിൽ വെച്ചിട്ടും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവൊന്നും വേണ്ട. ഇതാ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭൂരി അല്ല കേട്ടോ, അപ്പൊ ഭൂരിന്റെ ആ ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കുന്നുള്ളൂ. ഭൂരി നന്നായിട്ട് കട്ടി കുറഞ്ഞിട്ടായിരിക്കും ആ ടേസ്റ്റ്. ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പൊ നമ്മളെ ചാക്കേരി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. കാരണം നല്ലൊരു പശ രൂപത്തിലായിരിക്കും കേട്ടോ നമ്മൾ ഈ ഇത് അരച്ചെടുക്കുമ്പോഴേ. അപ്പൊ അതാ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പരത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അപ്പപ്പ തന്നെ ചൂടാൻ. ഇപ്പൊ ഇത് വീഡിയോ എടുക്കണോണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പരത്തിയെടുത്തുള്ളത്. നമ്മൾ ഓൾറെഡി ഓരോന്ന് പരത്തിയത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ദാ ഈ ഒരു തിന്നിലാണ് ഞാനിപ്പോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നൊന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. നല്ല ചൂടാവണം. ഞാനിപ്പോ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് യൂസ് ആക്കാം കേട്ടോ. അപ്പൊ ദാ ഒരു ഭാഗം ആയതിനു ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവുമ്പോഴും വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് പുറംഭാഗം നല്ല മൊരിപ്പിച്ചൊരു ഉൾഭാഗം നല്ല സോഫ്റ്റും ഒക്കെയാണ്. അപ്പൊ ദാ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വരും കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമ്മൾ കയ്യിൽ പരത്തിയിട്ട് നമുക്ക് 10 മിനിറ്റോട് ഇത് സംഭവം സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. കറി ഇപ്പുറത്താക്കിയാൽ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെ വളരെ ടേസ്റ്റ് ആട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാൻ എന്താ എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ വാഴന്തലയിൽ പരത്തിയതാണ്. അപ്പൊ ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് തന്നെ പൊന്തി വരും. നമ്മൾ ഈ ഒരു തീ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് വെച്ചാല് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിന്റെ മേലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ തന്നെ അത് പെട്ടെന്ന് തന്നെ ഞാൻ പൊന്തി വരും കേട്ടോ. ഈ ഒരു കളറിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കളറിൽ എടുക്കുമ്പോഴാണ് നല്ലൊരു കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതാ എല്ലാം ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്നുപോലും ഫ്ലോപ്പ് ആകാതെ നമുക്ക് നല്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എൻ്റെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഒക്കെ നല്ല പ്രചോദനത്തോടു കൂടെ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നിങ്ങളെ ചെറിയൊരിത് കിട്ടുമ്പോൾ നമുക്ക് സത്യം പറയാനുള്ള ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമന്റ് ഒന്ന് താഴെ പറയാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആക്കി. ഞാൻ ചെയ്യുന്ന റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്ത് എന്തായാലും സക്സസ് ആവും. നല്ല ടേസ്റ്റും കേട്ടോ. ഞാൻ ഷുവറായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.